നമ്മൾ ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിയാറായപ്പോഴാണ് കേട്ടോ മുളക് പൊടി തീർന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ നമ്മളത് വാങ്ങിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ജാനു എന്തിനോ വേണ്ടി ചാച്ചായുമായിട്ട് പിണങ്ങിയിട്ടുണ്ട് കേട്ടോ. റീസൺ ഒന്നും അറിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഈ കുട്ടികൾ പിണങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട് കേട്ടോ. നിസ്സാര കാര്യമായിരിക്കും. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഒന്നിനും വേണ്ടാത്തൊരു സാധനത്തിന് വേണ്ടിയായിരിക്കും കേട്ടോ ഈ പിള്ളേർ വഴക്കിടുന്നത്. എന്തായാലും ദാണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ദാണ്ട് അത്ത വിടാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് 1-2 സാധനങ്ങൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ചാച്ചനും മോളും ഒരു പരിചയമില്ലാത്ത പോലെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും പെട്ടിട്ടില്ലാത്ത പോലെ ഞാനും ദാണ്ട് നടന്നു പോകുന്നുണ്ടേ. അപ്പോൾ ഞാൻ വിട്ടുപോയ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ കൊണ്ടുപോയ നോട്ടൊക്കെ എന്നോ ഫുൾ എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ ദാണ്ട് ബില്ലടിക്കാനായിട്ട് പോവാണ്. ഇതിനിടയ്ക്ക് കുറച്ചുകൂടി ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട് ഇടുന്ന കണ്ടപ്പോൾ ഞാൻ ദാണ്ട് ആ ഫ്ലവേഴ്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എടുത്തത് അങ്ങ് തിരിച്ചു വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അത് അത്യാവശ്യം നല്ല വാടിയതായിരുന്നു. പിന്നെ നല്ല ബില്ലടിക്കുന്നതൊന്നും വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബില്ലടിക്കാൻ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 11:45 ആയിട്ടുണ്ട്. ദാണ്ട് ഇത് കണ്ടോ, ആ ഷോപ്പിൽ നിന്നേ ഒരു പയ്യൻ കൊടുത്തതാണ് കേട്ടോ ഈ പൂ. ഇതൊക്കെ മുഖത്ത് വെച്ച് തേക്കുന്നുണ്ട്. ഇപ്പം തുടങ്ങും കേട്ടോ ചൊറിയാനായിട്ട്. പിന്നെ ഈ ഇടയായിട്ട് ജാനു തുടങ്ങിയ ഒരു പരിപാടിയാണ് നമ്മളുടെ ഇടയ്ക്ക് നിന്ന് നല്ല, അതായത് അവളുടെ കണ്ണിന് നമ്മളെ കാണാൻ പറ്റുന്ന ദൂരം വരെ തനിച്ച് പോയി കളയും. അതിന് എത്ര ആളായാലും എന്തുമായാലും ജാനു അങ്ങനെ പോകുന്ന ഒരു സ്വഭാവം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടേ. നേരത്തെ അങ്ങനെയൊന്നും പോകത്തില്ലായിരുന്നു. ആൾക്ക് ചെറിയ പേടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അവൾക്ക് നമ്മളെ കാണാൻ പറ്റുന്ന ആ ഒരു ദൂരം വരെ പോയി നിൽക്കും. പിന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി തന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ട് നമ്മൾ ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 11:55 ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് പാർക്കിംഗ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ കുറച്ച് ദൂരം മാറി കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് നടക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ ചെന്നിട്ട് സാധനങ്ങളൊന്നും പിറക്കി വെക്കാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. ജാനുവിൻ്റെ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് ജാനു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കി അവിടെ വലിച്ചു വരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.